ഹലോ, അസ്സലാമു അലൈക്കും. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇപ്പോൾ കുറേ ദിവസമായി ഇന്ന് 5 രൂപയുടെ ബീഡ്സ് ഏതൊക്കെ ഐറ്റംസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്, അപ്പോൾ അതിൻ്റെ ഒക്കെ ഒന്ന് ഫോട്ടോസ് വിടുക എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മെസ്സേജ്, ഒരുപാട് പേര് നമുക്കിങ്ങനെ സ്ഥിരമായിട്ട് മെസ്സേജ് വിടുന്നുണ്ട്. പക്ഷേ ഈ ഒരു തിരക്കിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ഫോട്ടോസ് എടുത്തിട്ട് അത് നിങ്ങൾക്ക് വീണ്ടും ഷെയർ ചെയ്യുക എന്ന് പറയുമ്പോൾ അത് അത്ര വലിയ എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ അത് പറ്റാത്തതുകൊണ്ടാണ് ഈ ഫോട്ടോസ് വിട്ടെടുക്കാത്തത്. കാരണം നമ്മുടെ വലിയ നല്ല ഐഫോൺ കാര്യങ്ങളൊന്നുമല്ല, സാധാ ഒരു ഫോണാണ്. അപ്പോൾ അതിൽ ഹാങ് ആവും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അത് കംപ്ലീറ്റ് ഫോട്ടോ എടുക്കും, അത് കംപ്ലീറ്റ് കളയുകയാണ്. ഹാങ് ആവണ കാരണം അപ്പോൾ ഫോട്ടോ എടുക്കും, പിന്നെ നമ്മളത് കളയും, വീണ്ടും ആവശ്യമുള്ളവർക്ക് ഫോട്ടോ എടുക്കും. അങ്ങനെ ആയിട്ട് ഫോണിൻ്റെ സ്റ്റോറേജൊക്കെ ഫുള്ളായിട്ടാണ് പിന്നെ നമ്മൾ ഫോട്ടോയുടെ പരിപാടിയൊക്കെ നിർത്തിയത്. അപ്പം അതിനാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ഇടുന്നത്. അപ്പോൾ ആ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഏതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള ബീഡ്സുകൾ എന്ന്. പക്ഷെ അതുപോലും ചില ആളുകൾക്ക് ചാനലിൽ കയറി എടുത്ത് നോക്കാൻ പോലും വയ്യ. അപ്പോൾ നമ്മൾ ഇങ്ങനെ മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കും, ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഇട്ട് തരും അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയും. പിന്നെ നമ്മളത് ചാനലിൽ പോയി ഈ പാക്ക് ചെയ്യണ തിരക്കിലാവും. പിന്നെ ചാനലിൽ കയറിയിട്ട് പിന്നെ ഏതാണ് ലിങ്ക് എന്ന് നോക്കിയിട്ട് പിന്നെ അത് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുത്ത് തരാം. അതാണ് പറയണത്, വീഡിയോ കാണുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണുക. അപ്പോൾ ഇനി ഏതൊക്കെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് എന്നുള്ളത് നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, ഇത്രയും ഐറ്റംസ് ആണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. അപ്പം അത് ഇന്നത് ഇത്ര ഗ്രാം ഇന്നത് ഇത്ര ഗ്രാം എന്ന് പറഞ്ഞിട്ട് എടുക്കാൻ പറ്റില്ല. ഇത്രയും കാണുന്ന ഐറ്റംസ് നിങ്ങൾക്ക് 5 രൂപക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ മിനിമം പർച്ചേസ് 150 രൂപയാണ്. അപ്പം അതിൽ കൂടുതൽ വേണ്ടവർക്ക് കൂടുതലും പർച്ചേസ് ചെയ്യുക. ഞാനൊരു കണക്ക് പറയുകയാണ്, ഏകദേശം പർച്ചേസ് എന്ന് പറഞ്ഞത് 150 രൂപയാണ് വരുന്നത്. അപ്പോൾ ഇന്ന ബീഡ്സ് അതിൽ 1-2 ബീഡ്സ് അത് വെക്ക് ഇത് വെക്ക് എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ എന്താ പറയണ പോലെ ചെയ്യാം. അതിലപ്പുറം നമുക്ക് അതിൽ നിന്ന് ഇത്ര ഗ്രാം അതിൽ നിന്ന് ഇത്ര ഗ്രാം അതൊന്നും പറയാൻ പറ്റില്ല. കാരണം അതിനുള്ള ബീഡ്സ് ഇല്ല. ഒരെണ്ണം 50 ഗ്രാം വെക്കാൻ പറഞ്ഞാൽ അതിനുള്ള ബീഡ്സ് ഇല്ല, നിങ്ങൾ കാണും. അപ്പോൾ ഇതാണ്, ഇതിൽ മിക്സഡ് ആയിട്ടാണ് എല്ലാം വരുന്നത്. കണ്ട, മിക്സഡ് ആയിട്ടാണ് ഇത് വരുന്നത്. പിന്നെ ഈ ഒരു സ്റ്റോണിൽ തന്നെ ഇതാണ് കുറച്ചാണ് വരുന്നത്, മിക്സഡ് ആയിട്ട് കുറച്ച് ഒരു 50 ഗ്രാമായിട്ട് ടോട്ടൽ ഉണ്ടാവും. പിന്നെ വരുന്നതാണ് ഈ ഹാർട്ട് ഷേപ്പിലുള്ള ഈ ഒരു ബീഡ്സ്. പിന്നെ വരുന്നതാണ് ഈ ഒരു വൈറ്റ് ബീഡ്സ്, ഒക്കെ കുറേശ്ശെയാണ് ഉള്ളത്. പിന്നെ വരുന്നതാണ് ഈ ഒരു ബീഡ്സ്. പിന്നെ വരുന്നതാണ് ബ്ലാക്ക് അല്ല റെഡിൽ വരുന്ന ഈ ഒരു ബീഡ്സ്. പിന്നെ വരുന്നതാണ് മിക്സഡ് ആയിട്ട് ഉള്ള ഈ ഒരു ഗ്ലാസ് ബീഡ്സ്. പിന്നെ വരുന്നതാണ് ഈ ഒരു ബീഡ്സ്. പിന്നെ ഇത് കണ്ടത് കുറച്ചാണ് ഇതുള്ളത്. അതുപോലെ വരുന്നതാണ് ഈ ഒരു ബീഡ്സ്. പിന്നെ ഉള്ളതാണ് ഈ ഒരു കവറിൽ കുറച്ച്. പിന്നെ ഉള്ളതാണ് ഈ ഒരു കവറിലുള്ളത്. പിന്നെ ഉള്ളതാണ് ഈ ഒരു സ്റ്റാർ ബീഡ്സ്. ഇത്രയാണ് നമ്മുടെ കയ്യിൽ ബീഡ്സിൻ്റെ 5 രൂപയുടെ സ്റ്റോക്ക് ഇനി ഇത്രയാണ് ഉള്ളത്. അപ്പോൾ ഒരു 4-5 പേർക്കുള്ളതാണ് ഈ ഒരു ബീഡ്സ് ഇനി ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾക്ക് സ്ഥിരമായിട്ട് മെസ്സേജ് കിട്ടുന്നവർ കാണുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. കാരണം ചൂസ് ചെയ്യാനുള്ള അവസരമില്ല. വീഡിയോ കണ്ടിട്ട് ഇതിൽ നിന്ന് എല്ലാത്തിനും നമ്മൾ വെച്ച് തരും. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. കാരണം ഇത്രയും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത്. കാരണം അന്ന് നമ്മൾ ഇട്ടപ്പോൾ ഒരുപാട് അന്ന് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് സ്റ്റോക്ക് ഔട്ട് ആയി. ബാക്കിയുള്ള വരുന്ന ബീഡ്സുകളാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് 5 റുപ്യക്ക് എവിടെയും കിട്ടില്ല. അപ്പോൾ 5 രൂപക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളോട് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. അപ്പോൾ നമ്മൾ മിനിമം ക്വാണ്ടിറ്റിയാണ് പറയുന്നത്, 150 രൂപക്ക് പർച്ചേസ് ചെയ്യണം. അതിൽ കൂടുതൽ വേണ്ടവർക്ക് അതിലും പർച്ചേസ് ചെയ്യുക, കുറവ് പറ്റില്ല. അപ്പോൾ ഈ കാണുന്ന ഐറ്റംസിൽ നിന്നെല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ വെച്ച് തരിക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.